ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് ഫ്രം ജിദ്ദ. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? പിന്നെ നാട്ടിൽ ഇന്ന് ഇലക്ഷൻ്റെ തിരക്കൊക്കെ ആയിരുന്നു അല്ലേ? എല്ലാവരും വോട്ടൊക്കെ കഴിഞ്ഞ് നല്ല ടയേർഡായിട്ടുണ്ടാവില്ലേ? ക്യൂ ഒക്കെ നിന്ന്. നല്ല ചൂടല്ലേ നാട്ടിൽ? നമ്മളിവിടെ ടി വിയിലിരുന്ന് വാച്ച് ചെയ്യായിരുന്നു. കാരണം വോട്ട് അവകാശം നമുക്കുണ്ട്, ബട്ട് നാട്ടിൽ വന്ന് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പ്രവാസികൾക്കുള്ള നഷ്ടങ്ങളിലൊന്നാണ് ഇതിൻ്റെ നഷ്ടം. നല്ല വിഷമമുണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ നല്ല ചൂടത്ത് നിങ്ങൾ ക്യൂ നിൽക്കുകയാണെങ്കിലും അവസാനം നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയല്ലോ. എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റിയില്ലേ? എല്ലാവരും വോട്ടൊക്കെ പോയിട്ട് രേഖപ്പെടുത്തിയില്ലേ? ഇപ്പം രാത്രി ആകുമ്പോഴും ചില പോളിംഗ് ബൂത്തിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. എന്തൊക്കെ EVM മെഷീനിൽ കേടോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അല്ലേ? എന്തായാലും നമുക്ക് നമ്മുടെ ഡെമോക്രസിയെ സംരക്ഷിക്കുന്ന നല്ലൊരു പാർട്ടി വരട്ടെ. നാട്ടിൽ യൂണിറ്റി സമാധാനമൊക്കെ നിലനിർത്താൻ നമ്മൾ സഹായിക്കുന്നവരാവട്ടെ. അല്ല, രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം കളിക്കട്ടെ, പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് നമ്മൾ ജീവിക്കാൻ സമ്മതിക്കട്ടെ. അവർ നമ്മളിലുള്ള ഒരു ഐക്യവും അതൊന്നും കളയാതെ നമുക്ക് സമാധാനം തരുന്നൊരു പാർട്ടി ആവട്ടെ, നമ്മുടെ ഡെമോക്രസിയെ സംരക്ഷിക്കുന്നൊരു പാർട്ടി ആവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, നമുക്ക് കൂടുതൽ രാഷ്ട്രീയമൊന്നും പറഞ്ഞ് വീഡിയോ ലെങ്തി ആക്കണ്ട, വീഡിയോയിലേക്ക് പോവാം. അതിൻ്റെ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓള് കൊടുത്താൽ ഞാൻ തരുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മിസ്സാവാതെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യൻ എംബസി സ്കൂളിൽ വേക്കൻസി ഉണ്ട്. വോക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ വിസിറ്റ് വിസക്കാരോടും ഉംറ വിസക്കാരോടും നാട്ടിലുള്ളവരോടും പറയാനുള്ളത് ഇത് നിങ്ങൾക്കുള്ളതല്ല. സൗദിയിലുള്ള വിസയുള്ളവർക്കാണ് ഇത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്. ക്വാളിഫിക്കേഷനൊന്നും അധികം നിങ്ങൾക്ക് വേണ്ട. SLC വരെ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ലാബ് അസിസ്റ്റൻ്റ്, ലാബിൽ സഹായിക്കാനുള്ളവർ, ഏതെങ്കിലും ഇൻ്റർമീഡിയറ്റിൽ ഒരിത്, അതായത് ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഹൈസ്കൂളാണ്. അപ്പോൾ സയൻസ് എടുത്തവർക്ക് കൂടുതൽ പ്രിഫറൻസ്, പിന്നെ കമ്പ്യൂട്ടർ അറിയുന്നവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് കേട്ടോ, അതുള്ളവർക്ക് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് കൊണ്ടു കൊടുക്കണേ. പിന്നെ മെസ്സഞ്ചർ ആയിട്ടുള്ള ആൾക്കും ഒരു ഇൻ്റർമീഡിയറ്റിൽ ഏതെങ്കിലും ഒരു ഇതിൽ ഹൈസ്കൂളിൽ സർട്ടിഫിക്കറ്റ്. പിന്നെ ആയ എന്ന് പറഞ്ഞാൽ KGയിലേക്കും ക്ലാസ് 1-2 സെക്ഷനിലേക്ക് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ, അറിയാലോ ഒരു ആയയുടെ പണി എന്താണെന്നുള്ളത്. ഈ 3 വേക്കൻസിയാണുള്ളത്. അപ്പോൾ ഡിഗ്രി മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് ആകെ വേണ്ടത് എന്താണ്? ഇക്കാമ വേണം കേട്ടോ. ഫാമിലി വിസയിലുള്ളതോ അല്ലെങ്കിൽ ജോബ് വിസയിലൊക്കെ ഉള്ള ആളുകൾ, ഇക്കാമ ഉള്ളവർ മാത്രം പോവുക. അപ്പോൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്? ഇൻ്റർനാഷണൽ ഇന്ത്യൻ എംബസി സ്കൂൾ ജിദ്ദ IASJ ബോയ്സ് സെക്ഷൻ റിഹാബ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ മാപ്പ് കിട്ടും. ആ ലൊക്കേഷനിൽ പോയിട്ട് ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് April 29th മൺഡേ 3:30 മുതൽ 5 o'clock വരെയാണ് ഈവനിങ്ങിൽ ഇൻ്റർവ്യൂ നടക്കുന്നത്. പിന്നെ അവിടെ ഡെമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ചെറിയ പോസ്റ്റുകളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ നിങ്ങൾ നേരിട്ട് തന്നെ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തോളൂ കേട്ടോ. ഇനി അല്ലാത്തവർ എനിക്ക് പറ്റുമോ, നാട്ടിൽ നിന്ന് പറ്റുമോ എന്നൊന്നും മെസ്സേജ് ചെയ്യേണ്ട. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റായിട്ട് തന്നോളൂ. അപ്പോൾ നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ലൊക്കേഷന് ഇൻ്റർനാഷണൽ ഇന്ത്യൻ എംബസി സ്കൂൾ ജിദ്ദ എന്ന് മാത്രം കൊടുത്താൽ പോരാ, റിഹാബ് ബോയ്സ് സെക്ഷൻ എന്ന് കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. ഇതിൻ്റെ മുമ്പൊക്കെ വോക്കിംഗ് ഇൻ്റർവ്യൂവിന് ഇതുപോലെ കൊടുത്തിട്ട് ലൊക്കേഷൻ കൺഫ്യൂസ്ഡ് ആയിട്ട് പലരും എനിക്ക് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കൊടുക്കുക കേട്ടോ. IASJ ബോയ്സ് സെക്ഷൻ റിഹാബ് എന്ന് തന്നെ കൊടുത്തിട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.